ജൂൺ 12-ാം തീയതി, അതായത് ഇന്നലെ രാത്രി പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കോളിൽ വിളിച്ച ആ ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള വി.ഡി. സതീശനെയും അദ്ദേഹത്തിന്റെ ഫാമിലിയെയും കൊലപ്പെടുത്തിയതിനു ശേഷം അതിലൂടെ പ്രശസ്തരാവാനായിട്ടാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് ഞാൻ എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കൊലപ്പെടുത്തും എന്നുള്ള രീതിയിലാണ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു അജ്ഞാത ഫോൺ നമ്പറിൽ നിന്ന് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഫോൺ നമ്പർ ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഇപ്പോൾ ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഇതിലൂടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ സെറ്റ്+ കാറ്റഗറി സെക്യൂരിറ്റി ഉപയോഗിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇതുവരെ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് വി.ഡി. സതീശനോ UDF സർക്കാരോ എത്തിയിട്ടില്ല. പക്ഷെ എന്തുണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു ഫോൺ കോൾ, ഇത് ഫേക്ക് ആവട്ടെ ശരിയാവട്ടെ, ഇത്തരത്തിലൊരു ഫോൺ കോൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പോലീസ് അന്വേഷണം ഉണ്ടാവും. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന സുരക്ഷാ വിന്യാസം അത് ബന്ധപ്പെട്ടും ഈ പറയുന്ന പോലെ അന്വേഷണവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രിയുടെ ഫാമിലി ഉൾപ്പെടെ കൊലപ്പെടുത്തുമെന്നുമാണ് ഈ ഒരു വ്യക്തി ഇന്നലെ രാത്രി പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഫോൺ നമ്പർ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അന്വേഷണവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാവും. ഈ ഒരു ഫോൺ കോൾ ബന്ധപ്പെട്ട് ഇത് വിളിച്ച വ്യക്തിയെ കണ്ടെത്തുന്നത് വരെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി കുറച്ചുകൂടി ടൈറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സെറ്റ്+ കാറ്റഗറി സെക്യൂരിറ്റി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും ഉപയോഗിക്കുമെന്നുള്ള കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഈ ഒരു വാർത്തയെ ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതുവരെ തന്റെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന മാധ്യമങ്ങളോട് ഇതുവരെ അറിയിച്ചിട്ടുമില്ല. അപ്പൊ എന്തുണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു ഫോൺ കോൾ വരുന്ന സമയത്ത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ ആപത്തുള്ള ഏതൊരു കാര്യവും എത്ര ഫേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത് ശരിയായിക്കോട്ടെ, എങ്ങനെയൊക്കെ ആണെങ്കിലും പോലീസ് അന്വേഷണം ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത്തരത്തിലുള്ള ഫേക്ക് ആണെന്നുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ വി.ഡി. സതീശനോ UDF സർക്കാരോ കേരള പോലീസോ ഈ ഒരു ഫോൺ കോൾ ഫേക്ക് ആണെന്ന് വിചാരിച്ചിട്ട് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കാതിരുന്നാൽ ചിലപ്പോൾ ഈ ഒരു ഫോൺ കോൾ യാഥാർത്ഥ്യമാണെങ്കിൽ അത് നമുക്കൊരു തീരെ നഷ്ടമായി പോകും. അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കേരള സംസ്ഥാനത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവാനായിട്ടും സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ കോൾ ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി അധികം വൈകാതെ തന്നെ ഈ ഒരു വ്യക്തിയെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യുന്നതായിരിക്കും. സെറ്റ്+ കാറ്റഗറി ഉപയോഗിക്കുന്നതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്